ഹായ് ഹലോ. അപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ വന്നിട്ട് പോസ്റ്റിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഞാൻ എന്താണ് കാണാനില്ലല്ലോ, എന്തെങ്കിലും പറ്റിയോ, സുഖമില്ലാതാണോ, ജീവനോടുണ്ടോ, എന്താണിപ്പോൾ വീഡിയോസ് ഒന്നും ഇല്ലാത്ത അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഞാൻ ഉണ്ട്, ജീവനോടെ തന്നെ ഉണ്ട്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ല. ഇവിടെയൊക്കെ മഴയാട്ടോ, നല്ല മഴയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ട്. പിന്നെ എൻ്റെ പോസ്റ്റിൽ വന്നിട്ട്, അതായത് ഞാനൊരു പോസ്റ്റ് ഇട്ട് മക്കളെയും കൊണ്ട് ഞാൻ മരിക്കാൻ പോയത്, അത് മക്കളെയും കൊണ്ട് മരിക്കാൻ പോയത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം മരിക്കാൻ പോയി. ഒരു പ്രാവശ്യം മൂത്ത മോനെയും കൊണ്ട്, അന്ന് ഇളയമോനില്ല, ഇളയമോനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമാണ്, അന്ന് ഞാൻ മരിക്കാൻ പോയി. അന്ന് എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഒരു വീട്ടുകാരാണ്. ആ വീട്ടിലെ ഒരു അമ്മയും അവിടുത്തെ ആ അമ്മയുടെ മോനും ആണ് അന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. അവരെനിക്ക് കഞ്ഞിയൊക്കെ തന്ന് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അവർ, ആ സ്ഥലപ്പേര് ഞാൻ പറയാം, പത്തനാപുരത്ത് മാങ്കോടെന്ന് പറഞ്ഞ സ്ഥലമാണ്. മാങ്കോടെന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ മാങ്കോട് ജംഗ്ഷൻ അടുത്താണ്, റോഡ് സൈഡാണ് വീട്. അപ്പോഴേ ഞാൻ മയങ്ങി വീഴാൻ തുടങ്ങിയപ്പോഴാണ് അവർ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എനിക്ക് കഞ്ഞിയും ആദ്യം വെള്ളമൊക്കെ തന്ന് എന്നെ അവിടെ ഇരുത്തി എന്താന്ന് ചോദിച്ചു. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഞാൻ പട്ടിണി കിടക്കുകയായിരുന്നു. ഞാൻ പട്ടിണി കിടക്കാൻ കാരണം വേറൊന്നുമല്ല, ദേഹോപദ്രവം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഗർഭിണിയായ അത്രയും ഞാൻ അടികൊണ്ടിട്ട് എനിക്ക് ആഹാരവും ഇല്ല, ഒന്നും ഇല്ലാണ്ട്, പിന്നെ മരണം മാത്രമേ രക്ഷയുള്ളായിരുന്നു. ആ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് മരിക്കാൻ വേണ്ടിയിട്ട് പോയ പോക്കാണ്. എൻ്റെ കയ്യിലിടെ പൈസയില്ല, എങ്ങോട്ടും പോകാൻ പൈസയില്ല, ഒരു വെള്ളം കുടിക്കാൻ പൈസയില്ല, വണ്ടിക്ക് കയറിപ്പം പൈസയില്ല, ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അങ്ങനെ നടന്നു വരുന്ന വരവിനാണ്, ഗർഭിണിയാണ് ഞാൻ, ഒരു 6 മാസമോ മറ്റേ ഗർഭിണിയാണ്. അപ്പം ഞാൻ മയങ്ങിപ്പോയപ്പം അവർ എന്നെ എടുത്തിട്ടും ആത്മഹത്യ ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ നടന്നു പോകുന്ന വഴിക്കാണ്, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വനം പ്രദേശമാണ്. അപ്പോൾ വനത്തിൽ കയറിപ്പോയിട്ട് മരിക്കാമെന്നൊരു ഇതിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ പോകുന്ന സമയത്താണ് മയങ്ങിപ്പോകുന്നത്. അപ്പം ആ അമ്മ കണ്ടിട്ട് ആ അമ്മ എന്നെ താങ്ങി. അപ്പോഴത്തേനും അമ്മയുടെ മോനെയും കൂടെ വിളിച്ചു. അവർ അമ്മ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല, കാരണം അത്രയും പ്രായം ചെന്നൊരമ്മയായിരുന്നു ആ അമ്മ. പക്ഷെ ആ ചേട്ടന് ഇത് വീഡിയോ കാണുക, ചേട്ടൻ്റെ ചിലപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും മരണത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചേട്ടന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ചേട്ടനത് മനസ്സിലാവും. ആ ചേട്ടനോട് ഓടി വന്നാണ് എന്നെ താങ്ങിയെടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ തളിച്ച്, അമ്മയും എൻ്റെ കുഞ്ഞിനോടെ കൊണ്ടുപോയിട്ട് അവർ വെള്ളമൊക്കെ തളിച്ച് ആകെ കഞ്ഞിയൊക്കെ തന്ന് അവിടെ ഇരുത്തിയിട്ട് എനിക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസയും തന്നിട്ട് അന്ന് കുറേ കാര്യങ്ങൾ ആ അമ്മയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവിടെ നിന്ന് എന്നെ ബസ്സിൽ കയറ്റി വിടുന്നത്, എൻ്റെ വീട്ടിലേക്ക് വിടുന്നത്. അന്ന് ഞാൻ രാത്രിയിൽ 8-9 മണിയായി എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ. എനിക്ക് അടൂര് വന്നിട്ട് ഓട്ടോ വിളിച്ച് പോകാനുള്ള പൈസ വരെയാണ് അവരെനിക്ക് തന്നത്. ഞാൻ മറക്കത്തില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഇന്നിത് എനിക്ക് അവരെപ്പറ്റി പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരു മുസ്ലിം ഫാമിലിയാണ് മാത്രമേ അറിയത്തുള്ളൂ, പക്ഷെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇന്നിത് അവരുടെ പേര് ഓർക്കാത്ത കാരണം എനിക്ക് പേര് പറയാൻ പറ്റുന്നില്ല. ദൈവതുല്യരായ അവരന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് ഞാൻ പോയിനേമായിരുന്നു. പിന്നീട് ഒരു പ്രാവശ്യം ദേഹോപദ്രവം സഹിക്കാൻ വയ്യാതെ അന്നും പട്ടിണി കിടന്ന് നരകിച്ച്, അന്ന് 2 മക്കളും ഉണ്ട്, മൂത്ത മോനും ഒരുവിധമൊക്കെ ഇതായി. അന്ന് ഞാൻ കനാലിൽ ചാടാൻ പോയത്, അന്ന് രക്ഷപ്പെട്ടതും എൻ്റെ മൂത്ത മോൻ കാരണം. അവൻ എന്നോട് ചോദ്യം ചോദിച്ചപ്പം എനിക്ക് ചോദ്യത്തിന് മുമ്പിൽ ഇന്നും ഞാൻ ആ ചോദ്യത്തെ അടിസ്ഥാനമാക്കിയാണ് നിൽക്കുന്നത്. നാളെ അതെന്താകുമെന്ന് എനിക്കറിയത്തില്ല. അന്ന് അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതേപോലെ ഉണ്ട്. ഇതുവരെയും അവരും അങ്ങനെയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. എന്നെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഇന്ന് വരെ അവർ വേദനിപ്പിച്ചിട്ടില്ല. ഇനി നാളത്തെ എനിക്കറിയത്തില്ല. എൻ്റെ കണ്ണെന്നറിയുമ്പം അവർക്കും കരച്ചിൽ വരും, അതെനിക്ക് നല്ലോണം അറിയാം. പക്ഷെ നാളത്തെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ ഇനിയിപ്പോൾ അവരെന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ അത്രയും സന്തോഷവതിയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇപ്പം എന്നും ഇപ്പം മക്കൾ തണലിൽ ജീവിക്കാൻ പറ്റും, അത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. അവർക്ക് കുടുംബമാകും, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതൊക്കെ തിരിച്ചറിയാവുന്ന ഒരു അമ്മയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ അതിലെങ്ങും കൈയടത്താൻ പോകത്തില്ല. പിന്നെ അന്നും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ അതിനു മുമ്പ് ഒരു പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ ചെന്നു. അങ്ങനെ
അങ്ങനെ പല പ്രാവശ്യം മരിക്കാൻ ഒരുങ്ങിയെന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ തീച്ചുളയിൽ നമുക്ക് പിടിച്ച് നിൽക്കാഴിക വരുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ വേറെ ഒന്നിനെ പറ്റിയും പിന്നെ ചിന്തിക്കത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. എത്രയൊക്കെ കഠിനമായ വേദന വന്നാലും ചിന്തിക്കത്തില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത്രയും ആഴത്തിലുള്ള മുറിവ് ശരീരത്തിലും മനസ്സിലും ഏറ്റിട്ട് ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഇനി എത്രമാത്രം ആഴത്തിലുള്ള മുറിവിനെ അതിജീവിക്കാൻ എനിക്ക് കഴിയും. ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. എന്ത് കാര്യത്തിനാണെന്ന് ഞാൻ പറയാം. ഞാൻ പോസ്റ്റ് ഇട്ടത് വേറെ ഒന്നിനല്ല. ഒരു കുഞ്ഞിനെ, ഒരു പെണ്ണ് കടബാധ്യത കാരണം, ഭർത്താവ് ഗൾഫിലാണ്, കടബാധ്യത കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് അമ്മമാർ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ അവസ്ഥ ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട്. ചെയ്തു പോകും, ഉറപ്പായിട്ടും ചെയ്തു പോകും. അത് ആ അനുഭവത്തിൽ ഇന്ന് ഈ എൻ്റെ വീഡിയോ കാണുന്ന ഏതേലും ഒരു പെണ്ണ് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കേ മനസ്സിലാവത്തുള്ളൂ. അവർക്ക് മാത്രമേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഒരു പിടിവള്ളിയും ഇല്ല, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. 2 കുഞ്ഞുങ്ങളല്ല, ഒരു കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഇന്ന് കുഞ്ഞുങ്ങളെ കളഞ്ഞിച്ചു പോകുന്ന അമ്മമാരുണ്ട്. പക്ഷെ കുടുംബം, ഭർത്താവ്, മക്കള്, നല്ലൊരു കുടുംബം, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണും ഇങ്ങനെ ചിന്തിക്കാതിരിക്കത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എങ്ങോട്ടും ഒരു ഇതില്ല. അപ്പം അതുകൊണ്ട് അവസാന മാർഗം ഇതൊന്ന് ചിന്തിച്ചു പോകും. ഞാനും അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാണ് ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അതിനെ അതിജീവിച്ചു. അപ്പോൾ അതിനകത്ത് ഞാൻ എഴുതുന്നത്, അത് എൻ്റെ ആത്മകഥ തന്നെ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഇത് സിനിമയാണോ ജീവിതമാണോ? അപ്പം നമ്മുടെ അടൂരുള്ള ഒരു ആൾ വരെ ചോദിച്ചിട്ടുണ്ട്, ഇത് കഥയോ ജീവിതമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ജീവിതമാണ്, പച്ചയായ ജീവിതം, അനുഭവങ്ങളുടെ തീച്ചൂള, അങ്ങനെ തന്നെ പറയണം. കാരണം ഞാനെന്ന വ്യക്തിയെ മുദ്ര കുത്തുന്നത് പല തരത്തിലാണ് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം പേരിൽ അപവാദങ്ങൾ പറയുന്നുണ്ട്, ഏതെല്ലാം തരത്തിൽ അവഹേളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ, അല്ലെങ്കിൽ എന്നെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ അറിയൂ. ഞാൻ വന്ന് ജീവിച്ച സാഹചര്യങ്ങൾ ഒക്കെ ഞാൻ ഒരിക്കലും ഇന്ന് ഇങ്ങനെ ആവുമെന്നോ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് ഒരു ത്രാണി ഉണ്ടാവുമെന്നോ കഴിവുണ്ടാവുമെന്നോ ഒന്നും ചിന്തിച്ച ആളല്ല. ഒരു മണ്ണാങ്കട്ടയും എനിക്ക് അറിയത്തുമില്ല. സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരാളാണ്. പക്ഷെ ഇന്നിപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട്ട് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് ഊർജമാണ്, എനർജിയാണ്. കാരണം എന്നെ കേൾക്കുന്ന ഒരു സ്ത്രീയെങ്കിലും, ഒരു പെണ്ണെങ്കിലും, ഒരമ്മയെങ്കിലും ആ ഒരു ചിന്തയിൽ നിന്നൊക്കെ മറികടക്കണം, കരുത്തുറ്റവരാകണം. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുന്നുണ്ട് ഞാൻ, പല തരത്തിലുള്ള. ഇതുവരെ അതിജീവിച്ചു വന്നു. ഇനി അങ്ങോട്ടുള്ളത് എനിക്ക് പ്രശ്നമേ അല്ല. കാരണം ഇതുവരെ ഉള്ള അതിജീവിച്ചതിൻ്റെയൊക്കെ വലുത് വേറെ ഒന്നും ഇനി വരാനില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അത്രയും ഊർജത്തോടെ എനിക്ക് ഇന്ന് ആ വാക്കുകളൊക്കെ പറയാൻ, നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രമാത്രം ഞാൻ അനുഭവ സമ്പന്നയാണെന്ന് കൂട്ടിക്കും. അപ്പം അതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ എഴുതാനുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. നിങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അത് ഞാൻ കഥ പോലെ എഴുതിയിട്ടുണ്ട്, കഥ പോലെ ഞാൻ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പോസ്റ്റ് പോണൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പതിയെ അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഞാനിതൊന്നും പറയാൻ വന്നതല്ല. ഞാനങ്ങനെ മഴയൊക്കെ അല്ലേ 2 വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ പറഞ്ഞ് ഈ കമൻറ്റ് മനസ്സിലിങ്ങനെ ഓർത്തപ്പോൾ പറഞ്ഞു ഉള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.